അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ H-1B വിസ നയം ആഗോള തൊഴിൽ വിപണിയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ടെക് സമൂഹത്തിലും IT വ്യവസായത്തിലും വലിയ അലയൊലികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ ഉയർത്തി $1,00,000 അതായത് ഏകദേശം 88 ലക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് അമേരിക്കയിലെ ഇന്ത്യൻ ടെക്കികളുടെയും അവരെ ആശ്രയിക്കുന്ന ഇന്ത്യൻ IT കമ്പനികളുടെയും ഭാവിക്ക് വലിയ ഭീഷണി ഉയർത്തിയിരിക്കുന്നു. അമേരിക്കൻ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് പകരം കുറഞ്ഞ ശമ്പളമുള്ള വിദേശ തൊഴിലാളികളെ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഈ നിർണായക നീക്കം. ഈ നയം വെറും ഒരു സാമ്പത്തിക ബാധ്യത മാത്രമല്ല, മറിച്ച് അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ചെത്തിയ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെയും പ്രതീക്ഷകളെയും ഇത് തകിടം മറിക്കുന്നു. H-1B വിസ എന്നത് അമേരിക്കയിലെ തൊഴിലുടമകൾക്ക് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികൾക്കായി വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി നിയമിക്കാൻ അനുവദിക്കുന്ന ഒരു നോൺ ഇമിഗ്രന്റ് വിസയാണ്. വിവരസാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലാണ് ഈ വിസ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള പ്രൊഫഷണലുകളാണ് H-1B വിസയുടെ പ്രധാന ഗുണഭോക്താക്കൾ. എല്ലാ വർഷവും US ഗവൺമെന്റ് പരിമിതമായ എണ്ണം H-1B വിസകൾ മാത്രമാണ് അനുവദിക്കാറുള്ളത്. ഈ വിസ അമേരിക്കൻ കമ്പനികൾക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ കണ്ടെത്താൻ സഹായിക്കുമ്പോൾ വിദേശ പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അവസരവും നൽകുന്നു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമാണ് ഈ വിസ ഫീസ് വർധനവ്. അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുക, വിദേശ തൊഴിലാളികളെ ഉപയോഗിച്ച് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യിക്കുന്നത് തടയുക, H-1B വിസ ദുരുപയോഗം ചെയ്യുന്നത് നിയന്ത്രിക്കുക എന്നിവയാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻപ് പലതവണയും H-1B വിസ സമ്പ്രദായത്തെ ട്രംപ് വിമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി സ്ഥാപനങ്ങൾ H-1B സിസ്റ്റത്തിൽ വലിയ തോതിൽ കൃത്രിമം കാണിക്കുന്നുവെന്ന് അദ്ദേഹം പരസ്യമായി തന്നെ ആരോപിച്ചു. ഈ ആരോപണങ്ങൾ ഇന്ത്യൻ IT വ്യവസായത്തെ ലക്ഷ്യമിട്ടാണ്. കുറഞ്ഞ വേതനത്തിൽ ഇന്ത്യൻ ടെക്കികളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി സ്ഥാപിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ നയം പ്രാബല്യത്തിൽ വരുന്നതോടെ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് ചെലവേറിയതാവുകയും അതുവഴി അമേരിക്കൻ കമ്പനികൾ അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാൻ നിർബന്ധിതരാകുകയും ചെയ്യുമെന്നാണ് ട്രംപ് ഭരണകൂടം കണക്കാക്കുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇന്ത്യൻ IT വ്യവസായത്തിൽ വലിയ ആശങ്കയാണ് ഉടലെടുത്തത്. ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ IT കമ്പനികളുടെ ഓഹരികൾ 4.5% വരെ ഇടിഞ്ഞു. ഇതിന് കാരണം ഈ കമ്പനികളുടെ ബിസിനസ് മേഖലയിലെ വലിയൊരു ഭാഗം H-1B വിസയിലുള്ള തൊഴിലാളികളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്നതാണ്. അമേരിക്കൻ പ്രൊജക്ടുകൾക്കായി ഇന്ത്യൻ ടെക്കികളെ അമേരിക്കയിലേക്ക് അയക്കുന്ന കമ്പനികളുടെ ബിസിനസ് മോഡലിനെ ഈ നയം സാരമായി ബാധിക്കും. പുതിയ ഫീസ് ഘടന കാരണം വിദേശ ജീവനക്കാരെ അയക്കുന്നത് സാമ്പത്തികമായി ലാഭകരമല്ലാത്തതായി മാറും. ഇത് ഇന്ത്യൻ IT കമ്പനികളെ കൂടുതൽ അമേരിക്കൻ പൗരന്മാരെയും പ്രാദേശിക തൊഴിലാളികളെയും നിയമിക്കാൻ നിർബന്ധിതരാക്കും. ഉയർന്ന വിസ ഫീസ് കമ്പനികളുടെ ലാഭത്തെ നേരിട്ട് ബാധിക്കും. ഇത് പ്രൊജക്ടുകളുടെ മൊത്തം ചെലവ് വർദ്ധിപ്പിക്കുകയും അമേരിക്കൻ ക്ലയന്റുകളുമായി പുതിയ കരാറുകൾ നേടുന്നത് കൂടുതൽ ദുഷ്കരമാക്കുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് H-1B വിസയിൽ പോകുന്ന പ്രൊഫഷണലുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും. ഇത് ഇന്ത്യൻ ടെക് ബിരുദധാരികളുടെയും പ്രൊഫഷണലുകളുടെയും തൊഴിൽ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കും. ട്രംപിന്റെ പുതിയ നയം H-1B വിസയിലുള്ള ജീവനക്കാരുടെയും H-1 വിസയുടെ അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തെ സാരമായി ബാധിക്കുന്നതാണ്. $1,00,000 എന്ന ഭീമമായ ഫീസ് വിസ അപേക്ഷകർക്ക് വലിയ സാമ്പത്തിക ഭാരമാണ്. മിക്ക ഇന്ത്യൻ ടെക്കികൾക്കും വ്യക്തിപരമായി ഈ തുക നൽകാൻ കഴിയില്ല. കമ്പനികൾക്ക് പോലും ഈ തുക നൽകുന്നത് വലിയ നഷ്ടമായി മാറും. പല പ്രമുഖ ടെക് കമ്പനികളും തങ്ങളുടെ H-1B, H-4 വിസയിലുള്ള ജീവനക്കാർക്ക് വിദേശയാത്രകൾ ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പുറത്തേക്ക് പോയാൽ തിരികെ പ്രവേശനം നിഷേധിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നതാണ് ഇതിന് കാരണം. അടിയന്തര സാഹചര്യങ്ങളിൽ പോലും രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് അസാധ്യമാകും. H-1B വിസയിലുള്ളവരുടെ പങ്കാളികൾക്ക് നൽകുന്ന H-4 വിസ ഉടമകൾക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ബാധകമാണ്. നിലവിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള H-4 വിസകൾ എത്രയും വേഗം തിരികെ രാജ്യത്തേക്ക് വരാൻ കമ്പനികൾ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇത് കുടുംബങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും ബാധിക്കുന്നു. H-4 വിസക്കാർക്ക് അമേരിക്കയിൽ തൊഴിൽ ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നതിനാൽ ഈ നിയന്ത്രണങ്ങൾ അവരുടെ തൊഴിൽ സാധ്യതകളെയും ബാധിച്ചേക്കാം. പുതിയ നിയമം 2025 സെപ്റ്റംബർ 21 രാവിലെ 12:01 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ തീയതിക്ക് ശേഷം അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ പുതിയ നിയമം ബാധകമാകൂ. ഈ നിയമം യാഥാർത്ഥ്യമായാൽ അമേരിക്ക ഒരു തൊഴിൽ കേന്ദ്രമായി കാണുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അവരുടെ പദ്ധതികൾ പുനഃപരിശോധിക്കേണ്ടി വരും. കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലെ തൊഴിൽ സാധ്യതകൾ അവർക്ക് പുതിയ പ്രതീക്ഷ നൽകിയേക്കാം. ഈ നീക്കം അമേരിക്കയിലെ ടെക് വ്യവസായത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. ആവശ്യത്തിന് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ലഭിക്കാതെ വരുന്നത് സാങ്കേതിക വികസനത്തെയും ന്യൂനത ആശയങ്ങളെയും ബാധിച്ചേക്കാം. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും വെല്ലുവിളിയാകും. ട്രംപിന്റെ പുതിയ നയം ആഗോളതലത്തിൽ തന്നെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചും തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും ഒരു പുതിയ സംവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടെക് സമൂഹത്തിന് ഈ നീക്കം ഒരു വലിയ തിരിച്ചടിയാണെങ്കിലും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും ഇത് അവരെ പ്രേരിപ്പിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ H-1B വിസ നയം ഇന്ത്യക്കാർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ നയപ്രകാരം വിസ ഫീസ് $1,00,000 വർദ്ധിപ്പിച്ചത് വ്യക്തിപരമായ അപേക്ഷകർക്ക് വലിയ സാമ്പത്തിക
ഭാരമാണ് സൃഷ്ടിക്കുന്നത്. മുൻപ് കമ്പനികൾ വിസ ഫീസ് വഹിച്ചിരുന്ന സാഹചര്യത്തിൽ പോലും ഈ ഉയർന്ന നിരക്ക് അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കും. ഇത് വിസ നൽകുന്നതിൽ നിന്ന് കമ്പനികളെ പിന്തിരിപ്പിക്കാനും അതുവഴി ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കുള്ള തൊഴിലവസരങ്ങൾ കുറയ്ക്കാനും കാരണമായേക്കും. യാത്രാ നിയന്ത്രണങ്ങളാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. H1B വിസക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങളായ H4 വിസക്കാർക്കും അമേരിക്കയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ കമ്പനികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. യാത്രാ നിയന്ത്രണങ്ങൾ കാരണം അമേരിക്കയ്ക്ക് പുറത്തു പോയാൽ തിരിച്ചുള്ള പ്രവേശനം നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നതാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം. ഇത് കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തുകയും അടിയന്തര സാഹചര്യങ്ങളിൽ പോലും രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് അസാധ്യമാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഉയർന്ന സാമ്പത്തിക ബാധ്യതയും യാത്രാ നിയന്ത്രണങ്ങളും കാരണം അമേരിക്കയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാവുകയാണ്. കൂടാതെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടിയും വന്നേക്കാം.